ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് പിന്നാലെ ഇടിഞ്ഞ ഓഹരി വിപണി തിരിച്ചു കയറി. വ്യാപാരത്തിന്റെ തുടക്കത്തിലെ നഷ്ടം നികത്തി മുന്നോട്ട് നീങ്ങുകയാണ്. ശ്രീനാഥ് ചന്ദ്രൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ശ്രീനാഥ്, ഉറ്റുനോക്കുന്നത് ഓഹരി വിപണിയായിരുന്നു ഇന്ന് രാവിലെ മുതൽ. അതിൽ അദാനി ഓഹരികളുടെയൊക്കെ വില ഇടിയുന്നതാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത്. വലിയ തോതിൽ ഇടിയുന്നത് കണ്ടു. പക്ഷേ ഇപ്പോൾ തിരിച്ചു കയറുന്ന കാഴ്ചയാണോ? അനൂജ, കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഇതേപോലെ അദാനി ഗ്രൂപ്പിനെതിരെ ഹിൻഡൻബർഗ് അന്ന് റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ അത് ഓഹരി വിപണിയിൽ ആകെയും അദാനി ഗ്രൂപ്പിനും കനത്ത തിരിച്ചടി പിന്നാലെ ഉണ്ടാക്കി എന്നതാണ് ചരിത്രം. പക്ഷേ ഇന്നിപ്പോൾ രണ്ടാമതൊരിക്കൽ കൂടി ഹിൻഡൻബർഗ് ഒരു റിപ്പോർട്ടുമായി പുറത്തു വരുമ്പോൾ അത് വിപണിയെ കാര്യമായി ബാധിക്കുന്നില്ല. തുടക്കത്തിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിൽ കൂടി വിപണി അത് മറികടക്കുന്ന കാഴ്ചയാണ് പിന്നീട് കാണുന്നത്. ഇപ്പോൾ സെൻസെക്സ് ഏതാണ്ട് 241 പോയിന്റ് ഉയർന്നു നിൽക്കുന്ന സാഹചര്യമാണ്. NSE-യിലേക്ക് വന്നാലും സമാനമായ കാഴ്ച തന്നെ. അതേസമയം അദാനിയുടെ ഓഹരികൾ അത് വലിയ നഷ്ടം രേഖപ്പെടുത്തുന്നുണ്ട്. അദാനി എന്റർപ്രൈസസ് ഏതാണ്ട് 4% ഇടിഞ്ഞു നിൽക്കുന്നു. അംബുജ സിമന്റ് മാത്രമാണ് അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുള്ള കമ്പനികളിൽ ഓഹരി വിപണിയിൽ ഇപ്പോൾ ലാഭത്തിൽ നിൽക്കുന്നത്. മറ്റെല്ലാ കമ്പനികളും നഷ്ടത്തിലാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുന്നത്. അതായത് ഈ റിപ്പോർട്ട് അദാനി ഗ്രൂപ്പിന് പ്രത്യക്ഷമായി വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഓഹരി വിപണിയുടെ ആകെ ഒരു പ്രവർത്തനം നോക്കുമ്പോൾ വലിയ ഒരു തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാണ്. അതെ, ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇന്ന് ഓഹരി വിപണി തകർന്നടിയുന്ന കാഴ്ചയാണ് കണ്ടത്. അദാനി ഗ്രൂപ്പ് ഓഹരികളൊക്കെ തകർന്നടിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ പൊതുവെ ഓഹരി വിപണി തിരിച്ചു കയറുന്നു. എന്നാൽ അദാനി ഗ്രൂപ്പ് ഓഹരികൾക്ക് തിരിച്ചടി തുടരുന്നു.